UDF സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണെന്ന് ആരോപണം. ഇത് മുൻനിർത്തി BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചിത്താരിയിലെ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയ നടപടി UDF സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്താരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. രാമണീശ്വരം രാമഗിരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വില്ലേജ് ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മണ്ഡലം MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ പ്രത്യുൽപാദനപരമല്ലെന്ന് പറഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻ ഭരണകാലങ്ങളിൽ ക്ഷേമ പെൻഷനുകളിൽ കുടിശ്ശിക നിലനിന്നിരുന്നുവെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കുടിശ്ശിക ഇല്ലാതായതെന്നും വീണ്ടും അതേ കാലത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഇന്നത്തെ UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. 2001 മുതൽ 6 വരെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ 60 മാസം 5 വർഷം എന്ന് പറയുന്ന 60 മാസത്തിൽ 32 മാസത്തെ പെൻഷൻ കൊടുത്ത് 28 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി പോയതാണ്. ആ നിലയിലേക്ക് കൃത്യമായി വിതരണം ചെയ്തു വരുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷന്റെ വിതരണം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം. ഇപ്പോൾ പുറത്തിറക്കിയ സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാണ് BKMU ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ചടങ്ങിൽ BKMU മണ്ഡലം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി M മുരളീധരൻ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി P മിനി എന്നിവർ സംസാരിച്ചു. BKMU മണ്ഡലം സെക്രട്ടറി P രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.